അങ്ങനെ കണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ആലപ്പുഴ മണ്ണാഞ്ചേരിയിൽ ഇപ്പൊ എവിടെ വരെ എത്തി? നമ്മളിപ്പോ വൈപ്പിലേക്ക് പോവാ. വൈറ്റിലേക്ക് നിന്ന് ഇനി വൈപ്പിലേക്ക് പോവാണ്. എന്തിനാണ് നമ്മൾ പോകുന്നത്? നമ്മള് എന്തിനാ പിടിക്കുന്നത്? ചൂണ്ടയിടാൻ പോവാണ്. ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പോകുന്നത്, അതുകൂടാതെ കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ടെന്റ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടാതെ നമ്മൾ പോകുന്ന സ്ഥലം അടിപൊളിയാണ്. ജങ്കാറൊക്കെ ഉണ്ട്, പിന്നെന്തുവാണ് ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഉണ്ട്. ഒരുപാട് പേര് മീൻ പിടിക്കുന്ന സ്പോട്ടാണ്. നിറയെ വലിയ വലിയ മീനൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ചെമ്പല്ലിയൊക്കെ കിട്ടും. മറ്റേ അതുകൂടാതെ കൂരി കിട്ടും. എല്ലാ മീനുള്ള സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. പക്ഷെ നമുക്ക് കിട്ടുമെന്നിടത്തില്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റത്തുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങള് മാക്സിമം പരിശ്രമിക്കും. കിട്ടിയാൽ ഊട്ടിയല്ല ചട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടുന്ന് പിടിക്കുന്നവരുടെ ആറായതെങ്കിലും മീൻ മേടിച്ച് കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, അവിടെ ചൈനീസ് നെറ്റ് ഫിഷിങ്ങിന്റെ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ അതെങ്കിലും മേടിച്ച് കുക്ക് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മുടെ ടെന്റിലുള്ള ഒരു ജീവിതം കൂടെ കാണിച്ചു തരാം കേട്ടോ. പാചകവും അതിനുള്ള സ്ഥലം കൂടെ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ നല്ല വെയിലുണ്ട്. അപ്പം നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം, റൂട്ടിൽ കാണാം. അപ്പം ടാറ്റാ. അങ്ങനെ നമ്മള് വൈപ്പിൽ എത്തി കേട്ടാ. ഇനിയാണ് ജങ്കാറൊക്കെയുള്ള സ്ഥലം അല്ലെ? ഇനിയാണ് നിങ്ങൾ കാണാതിരിക്കുന്നത്. സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വെച്ചോ കേട്ടാ. ഇവിടെ നമ്മൾ വന്നപ്പോ തന്നെ കുറെ പേര് ചൂണ്ടയിടുന്നത്, കുറെ പേര് വീശുന്നു. ഭയങ്കര പരിപാടിയാണ്. നമ്മള് ടെന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടാ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ അഴുക്കൊക്കെ കിടക്കുവാണ്. എന്നാലും നമ്മള് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പോവാണ്. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ നമ്മുടെ മാരാരി ബീച്ചിന്റെ ആ സ്റ്റൈലൊന്നും അല്ലേ അടിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെയുള്ള ക്ലീൻ ചെയ്യുവാണ്. ടെന്റ് അടിക്കാൻ വേണ്ടിയുള്ളത്. എന്ത് രസമാന്ന് നോക്കി. ഇവിടെ എല്ലാരും മീൻ പിടിക്കാനൊക്കെ നിക്കുന്നുണ്ട്. കണ്ടാ, വീശുന്ന്, ചൂണ്ടയിടുന്ന്, ചൈനീസ് നെറ്റ് ഫിഷിങ്. അടിപൊളിയല്ലേ? പല രീതിയിലുള്ള മീൻപിടുത്തം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കാഴ്ചകളൊക്കെ പോകുന്നുണ്ട്. അടിപൊളി കാഴ്ചയല്ലേ? മീൻപിടുത്തക്കാരെയൊന്നും കാണുന്നില്ല. ചൈനീസ് നെറ്റ് ഫിഷിങ് ഒന്നും കേട്ടോ. മീൻ കുറവാണെന്ന് അറിയത്തില്ല.
ഇതേ തസ്മീറിന്റെ പുഴ. കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? കാഴ്ചകളൊക്കെ സൂപ്പർ അല്ലേ? പക്ഷെ മീൻ കിട്ടണം, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടണം അല്ലേ? തസ്മീർ വലിയ മീനപ്രദേശം വന്നേ. ചെമ്പല്ലി, കായലിന്റെ ചെമ്പല്ലി ഉണ്ടല്ലോ. കായലിലും കടലിലെയും കൂടെ ചെമ്പല്ലി ഇവിടെ കിട്ടും. കായലും കടലും കൂടെ ചേർന്ന പ്രദേശമായത്. അങ്ങനെ പിന്നെ ചെറുതൊന്നും ഇല്ല, വലുത് വേണമെന്നാണ് പ്രതീക്ഷ. ഇവിടെ നിറയെ തല്ലിത്തേങ്ങ കിടപ്പുണ്ടേ. കണ്ടിട്ട് കൊതി വന്നിട്ട് നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മൾ ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കത്തില്ലായിരുന്നു. അതിന്റെ ആ ഒരു ബാല്യകാലത്ത് കിട്ടുന്ന ആ ഒരു വൈബുണ്ടല്ലോ, കുട്ടിക്കാലം നമ്മൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് എപ്പോഴും ഓർക്കുമല്ലേ. അത് ഇതൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ഓർമ്മ. ഇപ്പോഴൊക്കെ ആരെങ്കിലും ഇതുപോലെ പറിച്ചും ഇതുപോലെ പൊട്ടിച്ചൊക്കെ തിന്നാറുണ്ട്. എന്തായാലും ഞാനിവിടുന്ന് കുറച്ച് പൊട്ടിച്ച് തിന്നിട്ടേ പോകത്തുള്ളൂ. കൊതി വന്നേട്ടാ. അങ്ങനെയാണ് നമ്മുടെ ടെന്റ്. അങ്ങനെ നമ്മുടെ ടെന്റ് ഗോവ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് നമ്മുടെ വൈപ്പിൽ കൊണ്ട് വെച്ചേക്കുവാണ്. കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ഇവിടെ ഇതൊക്കെ വെക്കാൻ വേണ്ടി. പലോലിയം ബീച്ചിലായിരുന്നു ലാസ്റ്റ് ടെന്റ് കേട്ടോ. അതെ അതെ, പലോലിയം ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ നിക്കാൻ വേണ്ടി കേട്ടാ. നല്ല രസമുണ്ട്, കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ല. അതേ പണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഈ കടത്ത് കടന്ന് അപ്പുറത്ത് പോകുമ്പോ കാണാം. ഇവിടെ ഇന്ന് തന്നെ കാണാം കേട്ടോ, പള്ളികളും കുറെ ബിൽഡിങ്ങുകളും. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടാ, ഇതൊക്കെ കാണാൻ വേണ്ടി. ചൈനീസ് നെറ്റ് ഫിഷിങ്ങും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങോട്ട് കേറുന്ന ഭാഗത്ത് ഭയങ്കര ആളായിരുന്നു. എന്തായാലും സെറ്റപ്പാണേ. അങ്ങനെതാ ഒരുവിധം ടെന്റൊക്കെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മീനും കൂടെ കിട്ടിയ ഭാഗ്യം. ഇവിടെ ഇച്ചിരി തണലുള്ള പ്രദേശം, അതുകൊണ്ട് കുഴപ്പമില്ല. തണലുള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? തണലല്ലേ, നല്ല രസമല്ലേ? ഒക്കെ കണ്ട ഇവിടെ കാറ്റുള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഞാൻ ഓർത്ത് ഇത്രയും കാറ്റൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് ഭയങ്കര കാറ്റായിരിക്കും ഓർത്ത്. സാധാരണ മുമ്പ് വരുമ്പോ ഭയങ്കര കാറ്റ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കുക്ക് ചെയ്താലൊക്കെ പണി കിട്ടുന്നത് കിട്ട് പോയി. ഇപ്പൊ കുഴപ്പമില്ല, നോർമലാണ്. ഇത് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഇത് പറന്നു പോകും. ഇവിടെണെങ്കിൽ വെള്ളത്തിൽ പോയി കിടക്കും, ഇവിടെ പോയി കിടക്കും. അല്ലെ ഈ ചൈനീസ് നെറ്റ് ഫിഷിങ്ങിന്റെ വലയുടെ മുകളിലേക്ക് ഇത് പറന്നു പോകും. ആ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. എത്ര കിലോമീറ്റർ ഓടി ഇവിടം വരെ എത്തിയെന്നറിയാം. ഇനി നമുക്ക് എല്ലാം റെഡി ആയിട്ട് കാണാം അല്ലേ? അല്ലേ? ഇനി റെഡി ആയിട്ട് കാണാവേ. ചുറ്റുക കണ്ട, അതായത് ഇതില് 50 കിലോ വരെയുള്ള മീൻ കിട്ടും. മീന് നമുക്ക് വലിച്ച് കരയെ കൊണ്ടുവരാം. അതേ രീതിയിലുള്ള ഹൈ ടമ്പർ സാധനമാണ് നമ്മള്. ഇന്ന് ഉറപ്പാണ് 50 കിലോ ഉള്ള എന്തെങ്കിലും കാളാഞ്ചിയ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പറ്റയൊക്കെ പിടിക്കുന്നല്ലേ? പിന്നെ അല്ലാതെ പറ്റയാ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തുണ്ടല്ലോ, ചെമ്പല്ലിയൊക്കെ നോക്കാലോ. 50 കിലോ വരെയുള്ള ഇതിന്റെ അകത്ത് ഇനിയിപ്പൊ നമ്മള് വലിച്ച് കേറ്റാനായിരിക്കും പാടുപെടുന്നത്. എനിക്കങ്ങനെയാ തോന്നുന്നത്. കുടുങ്ങിയല്ലേ അത്രക്ക് ടെമ്പറുള്ള സാധനം. അങ്ങനെ ചെമ്മീൻ ഇടുന്നു. ചെമ്മീൻ വെച്ചാണ് ഇന്ന് പണി. തസ്മീർ മത്തിയുണ്ട്, ചെമ്മീനും ഉണ്ട്. ഞാൻ ഏതാണ് നമുക്ക് കിട്ടാൻ നോക്കാം. ഏതാണ് ഇഷ്ടം നോക്കാം. അല്ലേ? കറക്കി തുമ്പത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അങ്ങനെ എന്തെല്ലാം നടക്കും. നടക്കാതിരിക്കും ഈ ചിരി വീടാ എന്താ മണ്ണെല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കാതിരിക്കുവോ? അപ്പൊ തസ്മീർ ഇതാ വലിയ മീനുള്ള ഇറച്ചിലാണ്. എടുത്ത് വെക്കണ്ടായിരുന്നു. അഴിച്ചിട്ടേക്കാം അവിടെ.
നോക്കിയോ? നൂലടക്കാൻ നോക്കിട്ട് ഞാൻ പറഞ്ഞ നൂലഴിച്ചു വിടാൻ. അത്ര പോകത്തുള്ളൂ. നൂലഴിച്ചു വിടാതെ അറിഞ്ഞ അത്രേ പോകത്തുള്ളൂ കേട്ടാ. അഴിച്ചു വിട്ടുകൊടു. അവിടെ ഒന്നും മീനൊന്നും വരത്തില്ല. നല്ല ലോങ്ങിലറിയും. മറ്റേ ചെയ്തതാണ്. ഇതിപ്പോ നല്ല ആഴമുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട് സാധനം. അറിയോ? ബബ്ലൂസ് അങ്ങനെ ചൂണ്ടയായിട്ട് നിൽക്കുവാണ് കേട്ടോ. ബബ്ലൂസിന് മീനൊക്കെ ചെറിയ രീതിയിൽ കൊത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ബബ്ലൂസ് വല്ലതും കിട്ടിയാ? ഞണ്ടാണോ? വിലക്ക് ഞണ്ട്. ആ, ബബ്ലൂസിൽ ഞണ്ടല്ല കിട്ടിയത്. സ്വർണ്ണ ഞണ്ടല്ല. ഒരെണ്ണമായിട്ട് കിട്ടത്തില്ല, 2 ഞണ്ട് ഒന്നിച്ച്. പക്ഷേ ഞാൻ ഒന്ന് ഇട്ടിട്ടൊന്നും കൊത്തിയിട്ടില്ല ഇതുവരെ. നേരത്തെ ചെമ്മീൻ ഇട്ടിട്ട് വലിച്ചോണ്ട് പോയില്ലേ? ചെമ്മീൻ തിന്നോണ്ട് പോയല്ലേ? മത്തി ഇട്ട് നോക്കിയേക്കോ കേട്ടോ. ഇനി മത്തിയാണ് ഇട്ടല്ലേ? ഇനി എന്ത് വേണം? നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇട്ട് അക്കര സ്ഥലം പറയാവോ? ഏതാണ് അക്കര സ്ഥലം? ഫോട്ടോ വെച്ച് അത് ഏത് സ്ഥലമെന്ന് പറയാവോ? അറിയില്ല. നമ്മള് പെട്രോൾ പമ്പിൽ പോയില്ലേ? ആ പെട്രോൾ പമ്പാണ് അപ്പാക്കാണ്. മനസ്സിലായി? ഇത് പിടിച്ചോ, വലിച്ചു നോക്കുവാണ്. അത് എപ്പോഴാ തിന്നോണ്ട് പോയാന്ന് അറിയത്തില്ല. സീനക്കട്ടി പാലത്തിന്റെ മുകളിൽ കയറി ഇട്ടാ നല്ലായിരുന്നു. അതേപോലെ തന്നെ അടപ്പുണ്ട്. മത്തി തലയാണ് ഇട്ട. പിന്നെ ഇത്രയും വലുതൊന്നും ഇടല്ലേ? മീനോടെന്ത് സ്നേഹം. അവിടെയൊക്കെ എല്ലാവരും വീശിയിട്ടും ഇവിടെ ചൂണ്ടയിട്ടൊക്കെ നിറയെ മീൻ കിട്ടുന്നത്. കൂടുതലും പൂവരിക്കാണ് കിട്ടുന്നത്. ഇപ്പൊ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നും പോയി. പൊതുവെ മീൻ കുറവാണ്. അല്ല പിന്നെ ഈ ചൈനീസ് നൈറ്റ് ഫിഷിംഗ് ഒക്കെ ഇങ്ങനെ ഒരു അനാഥപ്രേതം പോലെ കിടക്കത്തില്ലല്ലോ മീനുണ്ടാക്കി. ഞാൻ കണ്ട് ഇവിടുത്തെ ഷിപ്പ് നമ്പറിക്കോ കണ്ടോ? ടാങ്കറാണ്. അങ്ങനെയാണ് ടാങ്കർ വരുന്നത്. വലിപ്പം നോക്കിയേ. ജിങ്ക പെട്രോൾ ടാങ്കർ നോക്കിയും ഫസ്റ്റ് അതിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ അടുത്തിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. എന്തൊരു അത്ഭുതം നോക്കി. ഞാൻ പെട്രോളൊക്കെ വരുന്നല്ലേ. ഇതിപ്പോ ഇവിടെ ഉള്ള ഒരാൾ ഫുഡ് അടിക്കും. നല്ല രസത്തുണ്ട്. അതൊക്കെ ആ കപ്പലിന്റെ പോക്കണ്ട. എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ലേ.
ഹായ് ഫ്രണ്ട്സ്, ബബ്ലൂസ് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ, ടെന്റിന്റെ ഉള്ളിൽ കിടക്കുവാണ്. ബബ്ലൂസ് ചൂണ്ടയിട്ട് തളർന്നാകപ്പാടെ ഒരുക്കടായി അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കുറച്ച് വെള്ളവും ബ്രെഡും കഴിച്ച് വിശ്രമിക്കുവാണ്. അന്നേരം ഇനി അടുത്ത് തന്നെ വലിയൊരു മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങള് വിശ്രമവേളയിലാണ്. ഉടനെ തന്നെ ഞങ്ങള് ഇപ്പം വലിയ ചൂണ്ട ഏറെ ചൂണ്ട ഞങ്ങൾ ഇട്ട് വെച്ചേക്കുവാണ്. അതിലെന്തുവാണ് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരുപാട് ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്, അവിടെ ഒന്നും വലിയ രീതിയിലൊന്നും കിട്ടുന്നതായിട്ട് നമ്മൾ കാണില്ല. പിന്നെ നമ്മുടെ ഏറെ ചൂണ്ട അവിടെ ഇരിക്കുന്നുണ്ട്, അനങ്ങണമൊന്നുമില്ല. ചിലപ്പം എന്തായാലും മീനൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഞങ്ങള് കുറച്ച് വെയിൽ മീൻ കിട്ടിയെന്നാ തോന്നുന്നത്. എന്തോ ഒരു ചെറിയൊരു അനക്കമുണ്ട്. നല്ല ടെമ്പറാണ് കേട്ടോ. കൊറേ നേരട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നല്ലേ, ആകെ നിരാശയായിട്ട് കിടക്കുമായിരുന്നു. നൂലടക്കല്ല് പതുക്കെ പതുക്കെ കളിച്ച വലിയ മീനായ വലുതാണെന്ന് തോന്നണ്ട. വല്ല മറ്റേ കൂരിയൊക്കെ കയറി അതേ കിട്ടത്തുള്ള. എന്തുവാ കൂരിയോ? കൂരിയെങ്കിൽ കൂരി എന്തെങ്കിലും കേട്ടോ. കൊറേ നേരമായിട്ട് കിട്ടാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്തായാലും കണ്ട കിട്ടി, കണ്ട എന്തായാലും കൊള്ളാം. കൂരിനെ പിടിച്ചിരിക്കുവാണ്, തുടക്കം മാത്രമാണ് കേട്ടോ. ഇനി ബാക്കി പിടിക്കും. അടിച്ചാ ഇങ്ങനെ നല്ല ഒഴുക്കുണ്ടല്ലേ. അത് കാണാം. അത് വേണേലും മത്തിയുടെ പീസ് ഇട്ട് ഉടക്കി അവിടെ ഇട്ടേരിയസ് പറയാൻ. അങ്ങോട്ട് പോകുമ്പോ അവിടെ ഇടായിരുന്നല്ലോ, എന്തിനാണ് മുറിച്ചത്? നമ്മുടെ കൂരിയുടെ കൂരി അങ്ങനെ നമ്മള് പിടിച്ച കൂരി അങ്ങനെ ഇപ്പൊ കൂരിക്കൂട്ടിനെ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കൂരിക്കൂട്ടിനെ വെട്ടി പൊരിച്ച് വിടുന്ന തന്നെ നമ്മള് കഴിക്കും അല്ലെ. ഭയങ്കര പരിപാടിയാണല്ലോ പരിപാടി. കൊമ്പ് എന്താ നമ്മള് കണ്ട കപ്പലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിന്ന് നമ്മളിത് ചെയ്ത് അടിപൊളി. ഈ മീനെ ക്ലീൻ ചെയ്യാൻ പാടാണേ. കൊമ്പ് കുത്തും കിട്ടാതെ സൂക്ഷിക്കണം. അതുകൂടാതെ കൊടംപുളി ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വേണം ഇത് നല്ല ഉരച്ചെടുക്കണം. അതിനുള്ള സൗകര്യം കുറവാണ്. ഇവിടെ വല്ല പാറക്കല്ലുണ്ടെ വരയ്ക്കാം അല്ലേ. ഒരെണ്ണല്ലേ നമ്മള് വേറെ ചൂണ്ട ഇട്ടിട്ടുണ്ട്, വരുവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും അല്ലെ. ഇത്രയും പച്ച മീൻ ആരെങ്കിലും കഴിച്ചു കാണോ? പച്ച മീൻ കേട്ടോ, ഇങ്ങനെ വേണം. ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് വെട്ടിക്കഴിഞ്ഞ ഇവിടെ വേറെ കുറച്ച് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ട്, വൈത്തിലൊക്കെ ഉള്ളത്. ഷിപ്പൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ? കല്ല് വല്ലതും ഉണ്ടോ? ഉപ്പ് എടുക്കാം, ഉരയ്ക്കാം. ഉപ്പ് ഒന്നും കിട്ടത്തില്ല. ഉപ്പാക്കിയിട്ടിലുണ്ട്. അങ്ങനെ ഉരക്കുവാണല്ലേ. ഇത്രയൊക്കെ വേണോ വെളുപ്പിക്കണ്ടേ? എന്തായാലും ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യാം. ചാടാൻ
കുഴപ്പമില്ല, അത് വെളുത്തു പോകും. അത് വെളുക്കണ്ടേ. എന്തായാലും പാർക്കലൊക്കെ ഉള്ള സാധ്യത. വെള്ളം ഒഴി. ഓ, ഞാൻ ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു തരണം. ക്ലീൻ ചെയ്തൊക്കെ വന്നു. കൊള്ളാം. എന്താ അടിപൊളിയായിട്ട് വെളുപ്പിച്ചേണ്ട. തിളപ്പിച്ച് മതി ബബ്ലൂസേ. ഒഴി ഒഴി ഇനി എന്ത്? ഒഴി കഴിയട്ടെ. വെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന്. നല്ല അടിപൊളിയായിട്ട് കഴിയും. ഇച്ചിരി കൂടെ മണ്ണ എന്റെ ഇച്ചിരി കൂടെ ഒഴിച്ചു ഒഴിച്ചു. പോരാ? മണ്ണുണ്ട് പാത്രത്തിന്റെ. പാത്രം ഒന്നുകൂടെ കഴിയും. വെള്ളം തീരും കേട്ടോ ബബ്ലൂസ്. മതി. പിച്ചാത്തിയുടെ ഇതൊക്കെ കഴിയും. ഇനി പൊടികള് പൊടികളെല്ലാം ഇവിടെ ഉണ്ട് ബബ്ലൂസ്. ബബ്ലൂസ് പറഞ്ഞിട്ടോ മൈക്ക് കയ്യിലില്ലേ? മുളക് പൊടി പിന്നെ നല്ലോണം എനിക്ക് മുളക് പൊടിയും ഞാൻ മുളക് പൊടി ഇട്ട് ഉപ്പിട്ട് 2 കാശ്മീരി മുളകും ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്തോണ്ടേ. പെരിഞ്ചീരപ്പൊടി. അവർക്ക് മീൻ കിട്ടി. ശ്വാസമുട്ടലിന് കഴിക്കുന്ന മീനല്ലേ? ശ്വാസമുട്ടലിന് വേണ്ടി അങ്ങനെ ഉപ്പിട്ട് 2 ടൈപ്പിൽ മുളക് പൊടി ഇട്ട് പിന്നെന്തുവാ ഇതിന്റെ പൊടിയെല്ലാം കൂടെ മഞ്ഞപ്പൊടി ചിപ്പ് ഇടുന്ന വെച്ചാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടണോന്നോ എനിക്കത്ര ഇഷ്ടമല്ല. മഞ്ഞപ്പൊടി വെളി ഇരിക്കട്ടെ ഇച്ചിരി അല്ലേ. കുരുമുളക് എന്ത് കുരുമുളക് എന്ത് ചെയ്യാ ടിന്ന് എടുത്ത് മാറ്റിയ നിരത്തില്ലല്ലോ ടിന്ന്. രണ്ടാമത് എടുത്ത് വെച്ച് ടിന്ന് എന്ത് ചെയ്യും കുരുമുളക് വെച്ചാ അതിന്റെ ഞാൻ എടുത്ത് രണ്ടാമത് ഒന്ന് ഇത് അതിന്റെ കൂടെ വെക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് അതൊക്കെ അതിലാക്കി കേട്ടോ. ഒരു ശ്രദ്ധയില്ല. ഇങ്ങനെ കുരുമുളക് ഇട്ട് തനിയെ വീണു. ഭയങ്കര എരിവായിരിക്കും. അതും കുരുമുളക്. ഉപ്പിട് ഉപ്പ് വെളിച്ചെണ്ണ എന്ത് ചെയ്യത്തെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അതിന്റെ അകത്ത് ഒഴിച്ച് വെച്ച് ഇച്ചിരി വലിയൊരു കപ്പലായിരുന്നു. മതി. കപ്പല ഒരു ലേശം വെള്ളം. കറക്റ്റ് ആട്ടാ. കറക്റ്റ് അല്ലേ? കപ്പലുണ്ടോ എന്താ പൊന്നു? മതി. ബബ്ലൂസ് അപ്പുറത്ത് ഇതുമായിട്ട് ആ കപ്പലിന്റെ സൈഡിൽ അപ്പുറത്ത് പോയി കപ്പല കപ്പല് കാണിക്കാനാ. വലിയൊരു കപ്പല്. അല്ല ഇത് മണ്ണുമാന്തി കപ്പലാണോ വരുന്നത്? ഇത് മണ്ണുമാന്തി ഒന്നുമല്ല. ഇത് നീ കണ്ടെയ്നർ ഇരിക്കുന്ന കണ്ടില്ലേ? ആണോ? സോറി കേട്ടാ. കണ്ടെയ്നർ കൊണ്ട് വരുന്നുണ്ടാ. കണ്ടെയ്നർ പടപ്പൻ കപ്പലാണ്. എന്താ പൊന്നു? അയ്യോ എന്തോ വലിപ്പല്ലേ. ബബ്ലൂസ് തൊട്ടടുത്ത് നിന്ന് ഇത്ര അടുത്ത് നിന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. എന്തൊക്കെ പരിപാടിയാണ് ബബ്ലൂസ്? മീൻ വെട്ടുന്നു, മീൻ പിടിക്കുന്നു, പാചകം ചെയ്യുന്നു, കഴിക്കുന്നു, കപ്പല് കാണുന്നു, ആയിരക്കണക്കിന് കണ്ടെയ്നറുള്ള കപ്പലിങ്ങനെ പോകുന്നു. എന്തുവാ ഇവിടെ കുറെ പേര് മീൻ പിടിക്കുന്നു. ഇവിടുന്ന് നമ്മളെ ഇവിടെ അടുത്തുള്ള കുറെ ചേട്ടന്മാര് മീൻ പിടിക്കുന്ന അവർ ടൈം പാസിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. നല്ല രസമല്ലേ? ഗോവയിലില്ലായിരുന്നല്ലോ ഇത്രയും ഭയങ്കര. ഇല്ല, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ രീതി ഉള്ള വെറൈറ്റി ഓരോ കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. യാത്രകൾ ചെയ്യണമെന്ന് പറയുന്നത് ഇത് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു പെടാറ് ഇതാണ് ഈ ഒരു ചാല്.
മനസ്സിലായി? അതെ, കേരളത്തിന് ദൈവം വരദാനമായിട്ട് തന്ന ഒരു സാധനം, അതെ. ഒറിജിനൽ സാധനമാണ്. അതായത് ഇത് നമ്മൾ കുഴിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമല്ല. ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ഇത് ഇങ്ങനെ കുഴിച്ച് ഉണ്ടാക്കി കോട്ടാക്കുന്നത് ആണല്ലേ. ഇതിപ്പം നേരെ വന്ന് നമുക്ക് കടലിൽ നിന്ന് നേരെ ഇങ്ങനെ കയറാം. ദൈവം തന്ന വരദാനം. ദൈവം തന്ന വരദാനം, അതേ പറയാനൊക്കെ പറ്റും. അത് കാരണമാണ് നമ്മൾ ഇത്രയും രക്ഷപ്പെട്ടത് ഈ ഒരു സംഭവം കൊച്ചി ഷിപ്പ്യാർഡ് ഇവിടെ ഉള്ളത്. അങ്ങനെ പറഞ്ഞു മീനൊന്ന് കാണിച്ചു, പൊക്കി കാണിച്ചു. അപ്പൊ നിങ്ങള് കണ്ടെയ്നറുമായിട്ട് പോയ ഷിപ്പൊക്കെ കണ്ടല്ലോ. അതിന്റെ കൂടെ നമ്മുടെ കൂരിക്കൂട്ടനെ ഞാൻ ഈ പരുവാക്കി ഇപ്പം മുളകും കുരുമുളകൊക്കെ ചേർത്ത് അടിപൊളിയാക്കി ഇനി വറുത്തടിക്കുക നമുക്ക്. ഏട്ടാ അതും കൂടെ കാണിച്ചു തരാം. വേറെ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണ്? ക്യാമറ തിരിക്കി. ഇനിയിപ്പോ അടുത്തുണ്ടോ അതേ സ്റ്റവും കൂടെ കണ്ടു. ഇനിയിപ്പോ നമ്മളത് സ്റ്റവ് ആണ്, ഇതാണ് കേട്ടോ, ഗ്യാസ് ആണ് കേട്ടോ, ഗ്യാസ് ആണ് ഇത്. നമ്മള് മിനി സ്റ്റവ്, കുഞ്ഞു സ്റ്റവ്. നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീർന്നാലും നമ്മള് ഇനി വിഷമിക്കണ്ട. ഇതുപോലെ അതുപോലെ ചായ മാത്രമല്ല എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ഗോവയിലൊക്കെ പോയിട്ട് പാചകം ചെയ്ത് ഇതിലാ കഴിച്ചു. അതുകൊണ്ടാ പറഞ്ഞത് ഈ സ്റ്റവ് ഇതിന്റെ വലിയ പാത്രം കുഞ്ഞു സ്റ്റവ് ഇതിന്റെ അകത്ത്. അപ്പൊ ഇനിയിപ്പം ഗ്യാസ് തീരുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഓടണ്ട, വിഷമിക്കണ്ട. എല്ലാവർക്കും ടെൻഷനാ പെട്ടെന്ന്. ഇതെല്ലാ വീട്ടിലും വാങ്ങിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഈ സ്റ്റൗവും ഈ ഗ്യാസ് കുറ്റിയും. അതുകൂടാതെ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാൻ വെയിറ്റ് ഇല്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ കൊണ്ടുപോയി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ആരെ ആശ്രയിക്കാതെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടാ. ഇങ്ങനെ അടിപൊളിയായിട്ട് ഭക്ഷണം ഗോവയിലുണ്ടാക്കി കഴിച്ചു അല്ല. അതെ. അപ്പൊ ഇനി ഇവിടുത്തെ ഭക്ഷണം കൂടെ കാണണ്ടേ? ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കാം അല്ലെ. ചെറിയൊരു മീനാണ്. ഇങ്ങനെ എങ്ങനെ കണക്ട് ചെയ്യുന്ന കാണിച്ചു കൊടുക്കും. ഇതാണ് അതിന്റെ അടപ്പാതി ഊരും. ഇതിന്റെ അടപ്പ് നമ്മൾ ഊരിട്ട് നേരെ നമ്മൾ കേട്ടോ ലോക്കിലേക്ക് ഇത് ഇങ്ങനെ ഇടും. കണ്ടോ, ഇത് നമ്മൾ ലോക്കിലേക്ക് ഇടും. ഞങ്ങളുടെ പ്രതീക്ഷ വലിയ മീന് ചെയ്യണോന്നായിരുന്നു. വലിയ മീനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ നടന്നില്ല കേട്ടോ, നടന്നില്ല. വലിയ മീനൊന്നും നമുക്ക് കിട്ടിയില്ല. നല്ലോണം കറക്റ്റായി. ഒരു ഓണാണ്, ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഓണായൊക്കെ ഇരിക്കുമ്പോ അതുപോലെ ലോക്കും ചെയ്യണം. ലോക്ക് ചെയ്യാൻ ഓണൊക്കെ ഉള്ളതുണ്ട്. നമുക്ക് മാന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരു മണിക്കൂർ മേലിൽ കിട്ടും സംഭവം. ഒരെണ്ണം വെച്ച് 1 മണിക്കൂർ കൂടുതൽ കിട്ടും. നമ്മൾ പ്രതീക്ഷ മീനൊന്നും കിട്ടില്ല, വലിയ മീൻ കിട്ടില്ല. ഇനിയിപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇനി കണ്ടോ ഫ്രൈ ചെയ്യുന്ന. അപ്പൊ അതെ, എണ്ണ തിളച്ച് നമ്മുടെ കുഞ്ഞു സ്റ്റൗ കുഞ്ഞു ഗ്യാസ് കുറ്റി അങ്ങനെ ഫിഷ് എടുത്തിട്ടേക്കുക. എന്താ കൂരി കിടന്ന് മൊരിയുന്നു. തിളക്കുന്ന കണ്ട നിമിഷ നേരം കൊണ്ടാ കുക്കാകുന്ന. കുത്തി നിക്കുവാണ് ഇവിടെ, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു ഇതുണ്ടല്ലോ. നമ്മള് പിടിച്ച കാരി കൂരി അല്ലെ, കൂരി കിട്ടണ നമ്മള് തന്നെ ഇവിടുന്ന് തന്നെ പൊരിച്ചടിക്കും അല്ലെ. തീച്ച് വേണേ കുറച്ച് പേര് അങ്ങനെ അങ്ങ് കുറച്ചിട് തീരെ. മതി മതി, നോർമലാ. മതി മതി, കുത്തിയിരിക്കുന്നോണ്ട് അത് ശരിയായിക്കോളും. മറിച്ച് കളയല്ലേ സ്മര. മതി, കറക്റ്റായി. അങ്ങനെ നമ്മുടെ കൂരിക്കുട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എണ്ണ വെച്ച് കൂടിപ്പോയല്ലേ? കുഴപ്പമില്ല, നല്ല അടിപൊളി അല്ലേ.
ഓഫ് ചെയ്തേരി. റെഡിയായി. റെഡിയല്ലേ? അങ്ങനെ നമ്മുടെ കൂരിച്ചേട്ടൻ റെഡിയായി. കൂരിച്ചേട്ടനെ കഴിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത കൂരിച്ചേട്ടൻ അവിടെ വന്ന് കിടപ്പുണ്ട്. ഓഫായാ? ഇങ്ങനെ ഓഫ് ചെയ്ത് എന്താ യമ്മി യമ്മി കൂരി ഫ്രൈ. യമ്മി യമ്മി കൂരി ഫ്രൈ. കൂരി ഫ്രൈ എന്താ അല്ലേ? രസമാണെന്ന് നോക്കിയേ. കണ്ട ഇപ്പൊ പിടിച്ചിട്ട് അപ്പൊ തന്നെ കുക്ക് ചെയ്ത്. ഇനി ചൂടോടുകൂടിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കണം. പാവളി എന്ത് ചെയ്യേ ചൂടോടുകൂടി കഴിക്കണ. പിന്നെ എന്നാ എളുപ്പം ദേ എണ്ണ കിടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്ന ചൂട് പോവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ കൂട്ടി കണ്ടാണ് ഈ ബണ്ണൊക്കെ ആയിട്ട് കണ്ടില്ല കേട്ടോ. ബണ്ണൊക്കെ മേടിക്കേണ്ട വെച്ചിരുന്നത്. നമ്മള് ബണ്ണും കാരി ഉമ്മ പറയുന്നത് ആട്ടെ. ഇതെല്ലാം ഒരു വർഗമാണോ? ഒരു വർഗമോ? അതെങ്ങനെ? അങ്ങനെ നമ്മള് ചൂണ്ടയിട്ട് പിടിച്ച കൂരി ഫ്രൈ ചെയ്തത് കൂരിച്ചേട്ടൻ നമ്മള് കഴിക്കുന്നത് ബണ്ണുമായിട്ട്. ഇവിടെ കുറെ പേര് ഇപ്പൊ ഉണ്ടേ, അവർക്കൊന്നും കൊടുക്കാതെ കഴിക്കുന്ന. അതിന് തന്നെ കഴിച്ചാൽ കൊള്ളാം കേട്ടോ. എന്താ നല്ല ചൂടുണ്ട് കേട്ടാ. എടുക്കാൻ പറ്റുന്നില്ല. അത് ആണാ നല്ല രസമുണ്ടല്ലോ. ചോദിച്ചില്ലെന്ന് ഉറപ്പില്ല. നമ്മള് തന്നെ പിടിച്ച കൂരി, അല്ല കൂരിയല്ല, ഏത് മീനായിട്ട് നമ്മള് തന്നെ പിടിച്ചിട്ട് അപ്പൊ തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ നമുക്ക് പ്രത്യേക സന്തോഷം, അഭിമാനവുമാണ്. അപ്പം നിങ്ങളെല്ലാവരും കഴിവതും ഇതുപോലൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുക, ചെയ്യാം. എന്തായാലും കൊള്ളാം. സൂപ്പർ പരിപാടി കേട്ടോ. കൊള്ളാം. അപ്പം ഇനി ക്യാമറ തിരിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ, ഇവിടെ നിൽക്കുന്നവരും ഇവിടുത്തെ കാഴ്ചയും കൂടെ. ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇരുന്ന് കഴിക്കാം. ഇനി അങ്ങോട്ടും കൂടെ തിരിഞ്ഞു കിടന്ന് കണ്ടു നോക്കാം. എന്താ എത്ര പേരെ കണ്ടിട്ട് കൊതി കിട്ടിയിട്ടാണ് ഞങ്ങളിത് നിന്നേന്ന്. ഇവരൊക്കെ ഇങ്ങോട്ട് കറക്കുക. ഇവിടെ നിൽക്കുന്നവരൊക്കെ നോക്കിയണ്ട. ഇവിടെ എത്ര പേരെ കൊതി കിട്ടിയിട്ടുണ്ടെന്നറിയാം. ശരി, അങ്ങോട്ട് ഇറങ്ങി കത്തി വീടരുത്. ഒരിടത്ത് ഉണ്ടാക്കി കഴിക്കുന്നു, ഒരിടത്ത് മീൻ പിടിക്കുന്നു. ഇതുപോലെയുള്ള കാഴ്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ലൈവ് ഫിഷിംഗ് അല്ലേ? അതെ, അടിപൊളി. അവിടെ തന്നെ ഫിഷ് ചെയ്യുക, അവിടെ തന്നെ വെക്കുക, അവിടെ തന്നെ കഴിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനിയും ഞങ്ങൾ വരും. നല്ല അടിപൊളിയായിട്ട് വരും. പല പല ബീച്ചിലും പല പല സ്ഥലത്തും പോയി. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും